സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സീറ്റ് മൊഴികളുടെ എണ്ണം കൂടുന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകുന്നു. മുതിർന്ന നേതാക്കൾക്ക് 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുമ്പോൾ തങ്ങൾക്കും വേണമെന്നാവശ്യപ്പെട്ട് മറ്റുള്ളവരും രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് അടക്കം തലമുറ മാറ്റത്തിന് സന്നദ്ധമാകുമ്പോൾ ലീഗിന് ഈ മാറ്റത്തിന് സാധിക്കാത്ത തരത്തിൽ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുകയാണ് 3 ടേം പൂർത്തിയാക്കിയവർ. 3 ടേം വ്യവസ്ഥയിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുന്നണിയിലും ഇളവ് നൽകാൻ പാർട്ടി നേരത്തെ തീരുമാനിച്ചതാണ്. ഇക്കൂട്ടത്തിൽ AN ശംസുദ്ദീനും PK ബഷീറിനും കൂടി ഇളവ് ലഭിക്കുമെന്ന സൂചന വന്നതോടെ 3 ടേം പൂർത്തിയാക്കിയ മറ്റുള്ളവരും സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. KPA മജീദ്, മഞ്ഞളാംകുഴി അലി, P ഉബൈദുള്ള, N നെല്ലിക്കുന്ന് എന്നിവരും 3 ടേം പൂർത്തിയാക്കിയവരാണ്. നജീബ് കാന്തപുരം, കുറുക്കോളി മൊയ്തീൻ, AKM അഷറഫ്, TV ഇബ്രാഹിം എന്നിവർ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. 3 ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കണമെന്ന് യൂത്ത് ലീഗ്, തലമുറ മാറ്റം വേണമെന്ന് MSFും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സീറ്റെങ്കിലും വേണമെന്നാണ് MSFിന്റെ ഒടുവിലത്തെ സമ്മർദ്ദം. സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയാണ് MSF മുന്നോട്ട് വയ്ക്കുന്നത്. യൂത്ത് ലീഗ് 6 സീറ്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ഭാരവാഹികളായ P ഇസ്മായിൽ, മുജീബ് കാടേരി, ഗഫൂർ കൊൽക്കളത്തിൽ, ഫൈസൽ ബാഫഖി തങ്ങൾ, ഷറഫ് ഇടനീർ എന്നിവരുടെ പേരുകളാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. യൂത്ത് ലീഗ് ദേശീയ നേതൃത്വവും സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, TP അഷ്റഫ് അലി, ഷിബു മീരാൻ, PM സദിഖ് അലി എന്നിവർ 2 പേരെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും. വിജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് വനിതാ ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഹ്റ മമ്പാട്, നൂർബീന റഷീദ് എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. അവകാശികൾ ഏറെയുണ്ടെങ്കിലും അതിനുള്ള സീറ്റുകൾ കയ്യിലില്ലെന്നാണ് ലീഗിന് തലവേദനയാകുന്നത്. കഴിഞ്ഞ തവണ 27 മണ്ഡലങ്ങളിൽ മത്സരിച്ച ലീഗ് ഇത്തവണ 2 അധിക സീറ്റുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് പ്രധാനമായും കണ്ടുവച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മുൻനിർത്തി അധിക സീറ്റിന് അർഹതയുണ്ടെന്നാണ് ലീഗിന്റെ അവകാശവാദം. തെക്കൻ കേരളത്തിൽ അധിക സീറ്റുകൾ വേണമെന്നാണ് ലീഗ് UDFിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അധിക സീറ്റ് ലഭിച്ചാലേ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും സീറ്റ് ആവശ്യം ശക്തമായി മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനം. അതേസമയം ലീഗിന് അധിക സീറ്റിന് അർഹതയുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിലും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ എങ്ങനെ പരിഗണിക്കുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. സീറ്റ് വിഭജനത്തിൽ മറ്റു ഘടകകക്ഷികൾക്കായുള്ള ചർച്ചകൾക്ക് ശേഷം ലീഗിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോഴത്തെ ധാരണ.